പരാജയപ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാണ്. ശാപം അനുഭവിക്കുന്ന നീയാ, പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന യേശു. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ. God's mercy is leading you to the repentance. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്ന് അറിയാതെ. അടുത്ത വാക്ക് കേൾക്കണമേ. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടക്കുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യമാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന വചനം. ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നു, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നറിയാതെ. ഇവിടെ ദൈവത്തിന്റെ ദയ എന്നുള്ളതിന് തത്തുല്യമായി എഴുതി ചേർക്കാവുന്ന ചില പദങ്ങളിലൂടെ പറഞ്ഞാൽ ഈ ആശയത്തിന്റെ കൂടുതൽ വിസ്തൃതി നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ ദയ എന്നുള്ളതിന് മറ്റൊരു തത്തുല്യമായ ഒരു പദമാണ് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ മനസ്സലിവ്, ഗോഡ്സ് ഫേവർ, ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയ നിങ്ങളെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വിശുദ്ധന്റെ കൃപ അശുദ്ധിയിൽ തുടരാൻ എനിക്കൊരിക്കലും അനുവാദം തരികയില്ല. പിന്നെ എന്തിനാ ദൈവത്തിന്റെ കൃപ എന്റെ മേൽ പകർന്നിരിക്കുന്നേ? ദൈവത്തിന്റെ ദയ എന്തിനാ എന്റെ മേൽ പകർന്നിരിക്കുന്നേ? ദൈവത്തിന്റെ ദയ പകർന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ഇന്ന് യേശുവേന്ന് വിളിച്ച് ദൈവ പൈതലാകുമ്പോൾ എങ്ങനെയാ ദൈവ പൈതലാകുന്നതെന്നറിയാമോ? കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം ദൈവ പൈതലാവുകയാ അഥവാ രക്ഷിക്കപ്പെടുകയാ ചെയ്യുന്നേ. നിങ്ങൾ രക്ഷിക്കപ്പെടാൻ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ദൈവമകനാകാൻ കാര്യം നിങ്ങളുടെ ഒരു പ്രവൃത്തിയുമല്ല, നല്ല പ്രവൃത്തിയോ ചീത്ത പ്രവൃത്തിയോ അല്ല. യേശു എന്ന രക്ഷകനെ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി മാറിക്കഴിഞ്ഞു. അന്നു വരെ നിങ്ങൾക്ക് ശിക്ഷയുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ മകനും മകളുമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ശിക്ഷയില്ല. റോമാലേഖനം 8-ന്റെ 1-ാം വാക്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പാപത്തിന്റെ ശിക്ഷയില്ല, നിയമത്തിന്റെ വിധിയുമില്ല. യേശുക്രിസ്തുവിലായപ്പം, യേശുവേന്ന് വിളിച്ചപ്പം, യേശുവിന് ഉള്ളം കൊടുത്തപ്പം അതുവരെ നിങ്ങൾക്ക് ശിക്ഷയുണ്ടായിരുന്നു. പക്ഷെ അന്നു മുതൽ നിങ്ങൾക്ക് ശിക്ഷയല്ലുള്ളത്, രക്ഷയാണുള്ളത്. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അടുത്ത ചോദ്യം വരുന്നു, അല്ല ദൈവത്തിന്റെ രക്ഷ തന്നെയാ എനിക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദൈവത്തിന്റെ ദയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. പിന്നീട് എന്റെ കയ്യിൽ വന്നു പിഴയ്ക്കുന്ന ചെറിയ തെറ്റുകൾക്ക് എനിക്ക് ശിക്ഷയില്ലേ? അതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. ഹല്ലേലൂയ. ഞാൻ ചെറിയൊരു തെറ്റ് ചെയ്ത്, ഇപ്പൊ ജോസ് ബ്രദർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. യേശുവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ശേഷം ഒരു തെറ്റ് പോലും ജീവിതത്തിൽ വന്നിട്ടില്ലേ? തെറ്റുകളെ വന്നിട്ടുള്ളൂ. തെറ്റുകൾ വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ശിക്ഷയില്ലെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ ഇത്? ശിക്ഷയില്ലാത്തതിന്റെ കാര്യം, യേശുക്രിസ്തുവിലായ ഉടനെ യേശുവിന്റെ കൃപ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ശിക്ഷയില്ലാത്തത്. ഓ, എത്ര പേരെന്നെ കേൾക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പിതാവായ ദൈവം പഴയ നിയമത്തിൽ നടപ്പിലാക്കുന്ന ശിക്ഷകൾ മുഴുവൻ നമ്മൾ കണ്ടിട്ട് പുതിയ നിയമത്തിൽ ഇങ്ങനെ ശിക്ഷയൊന്നും കാണുന്നില്ലല്ലോ. എന്താ പിതാവായ ദൈവം പെറുപിറുക്കുന്നവന്റെ ശരീരത്തിൽ കുഷ്ഠം വരുത്താത്തെ? എന്താ പിതാവായ ദൈവം പെറുപിറുക്കുന്നവനെ ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളയാത്തെ? പഴയ നിയമത്തിൽ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നോ നടപടി? ഇന്ന് പെറുപിറുത്തിട്ട് എന്താ ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളയാത്തെ? ഇന്ന് പെറുപിറുത്തിട്ട് എന്നാ ഭറവോന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാത്തെ? ഇന്ന് കുറ്റം പറഞ്ഞിട്ട് എന്താ കുഷ്ഠം വരാത്തെ? ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഇതിന്റെ മറുപടി നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയണമേ. എന്താ അതിന്റെ മറുപടി? ഇന്ന് കർത്താവിന്റെ കൃപ നിന്നെ ദൈവശിക്ഷയിൽ നിന്ന് മറച്ചു പിടിക്കുക മാത്രമല്ല, ഒരിക്കലും നിന്നെ ശിക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ കൃപ നിന്നെ മറയ്ക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഉദാഹരണം പറയും. ബ്രദറിന്റെ പേരെന്താ? ജോണി. ജോണി യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചോ? സ്വീകരിച്ച വ്യക്തിയാണെന്നിരിക്കട്ടെ. സ്വീകരിച്ചു കഴിഞ്ഞ് ജോണിയുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ജോണി ആ വഴിക്ക് പോയപ്പം ആ പോസ്റ്റർ ഒന്ന് നോക്കി. ജോണി ഈ വഴിക്ക് വന്നപ്പം എവിടാ നിൽക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷെ പറഞ്ഞത് കള്ളമായിരുന്നു, അവിടെ അല്ല നിന്നേ. ഇങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോ ഇങ്ങനെ തെറ്റ് വരുമ്പോ എന്താ ജോണി സംഭവിക്കുന്നെന്ന് ജോണിക്ക് അറിയാവോ? ഇതറിയാതിരിക്കരുത്. ഇത് അറിഞ്ഞാലേ യേശുവിലുള്ള യഥാർത്ഥ ജീവിതം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ തെറ്റുള്ള ജോണിയെ നീതിമാനായ ദൈവത്തിന് ശിക്ഷിച്ചേ പറ്റൂ. അപ്പോൾ തന്നെ കാരുണ്യവാനായ ദൈവത്തിന് ശിക്ഷിക്കാനും പറ്റില്ല. നീതിമാനായ ദൈവത്തിന് ശിക്ഷിച്ചേ പറ്റൂ, കാരുണ്യവാനായ ദൈവത്തിന് ശിക്ഷിക്കാനും പറ്റൂല. അപ്പൊ എന്താ സംഭവിക്കുന്നറിയോ? ദൈവം ശിക്ഷിക്കാൻ എഴുന്നേൽക്കുമ്പോ പുത്രനായ യേശുവിനെ ശിക്ഷിച്ച ഓർമ്മ വന്നിട്ട് ജോണിയെ ശിക്ഷിക്കാതെ വിടുകയാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ശക്തിയോടെ ഒന്ന് യേശുവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തെറ്റും ചെയ്യാത്ത ദൈവപുത്രൻ എല്ലാ തെറ്റുകൾക്കും വേണ്ടിയും ശിക്ഷ അനുഭവിച്ചുവെങ്കിൽ ഇനി ജോണിയുടെ തെറ്റിന് ജോണി ശിക്ഷ അനുഭവിക്കേണ്ട. ഞാൻ പറയുന്ന സുവിശേഷത്തിന്റെ അന്തസ്സത്ത ഇതാ പ്രിയരെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറയുന്ന സുവിശേഷത്തിന്റെ അന്തസ്സത്ത ബൈബിളിലൂടെ ഞാൻ മനസ്സിലാക്കിയ യേശുവിന്റെ സുവിശേഷത്തിന്റെ അന്തസ്സത്ത ഇതാണ്: നീ ശിക്ഷിക്കപ്പെടണ്ട, നിനക്ക് പകരം ഞാൻ ശിക്ഷിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ട ഞാൻ നിന്നെ രക്ഷിക്കപ്പെടുത്തുന്നു. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. അപ്പൊ തെറ്റ് ചെയ്ത ജോണി ശിക്ഷിച്ചേ പറ്റൂ. പിതാവ് ശിക്ഷിക്കാൻ എഴുന്നേൽക്കുമ്പം പുത്രൻ ചോദിക്കുക, എക്സ്ക്യൂസ് മീ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ എന്തിനാ ശിക്ഷിച്ചേ? പുത്രനായ യേശുക്രിസ്തു ചോദിക്കുന്നു, എന്നെ എന്തിനാ ശിക്ഷിച്ചേ? നിന്നെ ശിക്ഷിച്ചത് ജോണിയുടെയും കൂടെ പാപത്തിന് വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ എന്റെ കെയർ ഓഫിൽ ജോണിയെ വെറുതെ വിട്ടേരെ, ശിക്ഷിക്കണ്ട. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ജോണിയെ സൂക്ഷിക്കുന്നതിന്റെ പേരാ കൃപയ്ക്കകത്ത് പൊതിഞ്ഞു നിർത്തുക. എല്ലാ ദൈവമക്കളും ഒന്ന് പറഞ്ഞ് കൃപയ്ക്കകത്ത് നിർത്തുക. ഉറക്കെ പറഞ്ഞ് കൃപയ്ക്കകത്ത് നിർത്തുക. വായു തുറന്ന് പറഞ്ഞ് കൃപയ്ക്കകത്ത് നിർത്തുക. എല്ലാരും പറഞ്ഞ് കൃപയ്ക്കകത്ത് നിർത്തുക. നമ്മൾ വല്ലതും ചിന്തിക്കുന്നത് നാം ചെയ്ത കൊള്ളരുതായ്മ ദൈവം അറിയാത്തതുകൊണ്ടാ നമ്മളെ ശിക്ഷിക്കാത്തതെന്നാ. അയ്യടാ, നാം ചെയ്ത കൊള്ളരുതായ്മ നാം അറിയുന്നതിന് മുമ്പേ ദൈവം അറിഞ്ഞു കഴിഞ്ഞു. നീ അത് ചെയ്യാൻ ഒരുമ്പിടുന്നതിന് മുമ്പേ നീ അത് ചെയ്യുമെന്ന് ദൈവം അറിഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ എന്തുകൊണ്ടാ ദൈവം ശിക്ഷിക്കാത്തതെന്നറിയോ? ഇപ്പൊ ജോണിക്ക് പറയാൻ പറ്റും എന്തുകൊണ്ടാ ശിക്ഷിക്കാത്തേ? പുത്രനെ ശിക്ഷിച്ചുകൊണ്ട് ജോണിയെ ശിക്ഷിക്കാൻ തരമില്ല. ഹല്ലേലൂയ. അപ്പൊ ജോണി എന്നാ ഉള്ളേ? ജോണിയെ രക്ഷിക്കുക ഉള്ളേ.
ഹല്ലേലൂയ. ജോണി ഇപ്പൊ പേടിച്ച് നിൽക്കുന്ന ശിക്ഷയാണ്. പക്ഷെ ജോണിക്ക് കിട്ടാൻ പോകുന്ന എന്നാന്നറിയോ? രക്ഷയാണ്. ഹല്ലേലൂയ. ശിക്ഷ പേടിച്ച് ഓടിപ്പോകല്ലേ. പലരും കൺവെൻഷൻ നടക്കുമ്പോ എത്തി നോക്കിയിട്ട് തിരിഞ്ഞു പോകാൻ കാര്യം എന്നാന്നറിയോ? ഓ, നമുക്കൊന്നും അവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല. എന്ത് യോഗ്യതയില്ലാത്തത്? ഓ, നമ്മുടെ കയ്യിലിരിപ്പൊന്നും അത്ര നല്ലതല്ല. നമ്മൾ വന്നാലും വന്നില്ലേലും ദൈവം നമ്മളെ ശിക്ഷിക്കും. സ്നേഹിതാ, സുവിശേഷം ശരിക്ക് കേക്ക്. നിന്നെ ശിക്ഷിക്കുന്ന മാർഗമല്ല സുവിശേഷം. പുത്രനെ ശിക്ഷിച്ചുകൊണ്ട് നിന്നെ രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം. ഒളിച്ചോടണ്ട. ദൈവം എന്ന് കേൾക്കുമ്പോ ഞെട്ടി വിറച്ച് മാറി നിൽക്കണ്ട. ഇന്ന് ദൈവം വന്നിരിക്കുന്ന നിന്നെ ശിക്ഷിക്കാനല്ല, പുത്രനെ ശിക്ഷിച്ചത് കൊണ്ട് നിന്നെ രക്ഷിക്കാനാ. രണ്ട് കരവും അടിച്ച് ഓ യേശുവിന് നന്ദി പറഞ്ഞ് എല്ലാ ദൈവമക്കളും പറഞ്ഞ് കർത്താവേ നന്ദി. ഹല്ലേലൂയ. ജോണി, ഇതാ സത്യം. ജോണിയെ ഇന്ന് ദൈവത്തിന് ശിക്ഷിക്കാൻ ഒക്കത്തില്ല. എന്താ കാര്യം എന്നറിയോ? ജോണി ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി ഒരാൾ ശിക്ഷിക്കപ്പെട്ടു. ഏതേലും കോടതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു തെറ്റിന് 2 പ്രാവശ്യം ശിക്ഷയെന്ന്? കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു ജീവമരുന്ന് ഒരു കൊലപാതകത്തിന് കൊടുത്തു. അതേ കൊലപാതകത്തിന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ജീവമരുന്നോടെ കൊടുക്കുവോ? ഇല്ല. ഇല്ല. പറഞ്ഞതിന്റെ സാരമെന്ന, ഒരിക്കൽ ശിക്ഷ കഴിഞ്ഞെങ്കിൽ ഇനി ശിക്ഷയില്ല. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ശിക്ഷ ഒരിക്കലായി യേശുവിന്റെ ശരീരത്തിൽ വീണത് കൊണ്ട് ഇനി നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല. കരമടിച്ചൊന്ന് യേശുവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ശിക്ഷയുടെ പേര് പറഞ്ഞ് ഓടി ഒളിക്കല്ലേ. ഞാൻ വന്ന ദൈവം എന്നെ കീറിക്കളയുന്നു പറഞ്ഞ് മാറി നിൽക്കല്ലേ. ഇന്ന് കർത്താവ് വന്നിരിക്കുന്ന കീറിക്കളയാനല്ല, മാറോട് ചേർക്കാനാ. കരമടിച്ച് യേശുവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സാധാരണക്കാരൻ കൺവെൻഷന് പോകാത്തതിന്റെ പ്രധാന കാര്യം അതാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കൺവെൻഷന് പ്രസംഗിക്കാൻ വരുന്ന ആള് ആകെ പല സാധാരണക്കാരനെ ഞെട്ടി വിറപ്പിച്ച് കൊല്ലും. നരകത്തിൽ പുഴുചാകുന്നില്ല. നരകത്തിന്റെ ഡിഗ്രി ചൂട് 4000 നരകം കത്തുന്നു. നിന്നെ നരകത്തിന്റെ വിറക് കൊള്ളിയായി കണ്ടിരിക്കുന്നു. നരകത്തിന്റെ ചൂട് കൂട്ടാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സാധാരണക്കാരൻ വണ്ടി വിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടിപ്പോകും. പക്ഷെ ഇന്ന് ഞാൻ പറയുന്ന സുവിശേഷം നരകമല്ല, സ്വർഗമാ. ഹല്ലേലൂയ. എനിക്ക് പറയാനുള്ളത് നരകത്തിൽ ചൂടുണ്ടോ തണുപ്പുണ്ടോ എന്നല്ല, ഞാൻ പോകുന്ന സ്വർഗത്തിൽ സന്തോഷമേ ഉള്ളൂ. ഒന്ന് കരമടിച്ച ദൈവമക്കളെ യേശുവിനെ ഒന്ന് സ്തുതിച്ച ഇന്ന് രാത്രി. ഹല്ലേലൂയ. യഥാർത്ഥ സുവിശേഷം മനുഷ്യരുടെ ഉള്ളങ്ങളിലേക്ക് എത്തുന്നില്ല. പല സന്ദർഭങ്ങളിലും പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ശിക്ഷയുടെ മാർഗമാ സുവിശേഷം. നോ, ശിക്ഷയുടെ മാർഗമല്ല സുവിശേഷം, രക്ഷയുടെ മാർഗമാ സുവിശേഷം. ഹല്ലേലൂയ. നിന്റെ ശിക്ഷ യേശുവിന്റെ മേൽ വന്നതിനാൽ ഇനി മേലാൽ നീ ശിക്ഷിക്കപ്പെടുകയില്ല. ഓ, എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണിച്ചു തരാടാ, കാണിച്ചു തരാടാ, കണ്ടോളാടാ എന്നാരേലും പറയുന്നെങ്കിൽ അവരോട് നിങ്ങൾക്ക് തിരിച്ചു പറയാൻ ധൈര്യം ഉണ്ടാകട്ടെ. കാണാനൊന്നുമില്ല. എന്റെ ശിക്ഷ യേശു അനുഭവിച്ചതാ. ഇവിടെ നിൽക്കുന്ന ഏതേലും കൊലപാതകി, ഏതേലും കൊലപാതകൻ, ഏതേലും നിഷ്ഠൂരൻ, ഏതേലും ദുഷ്ടൻ എനിക്ക് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് നിൽക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നെങ്കിൽ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിൽക്കാൻ നിന്നെ യോഗ്യനാക്കാൻ വേണ്ടിയാ 2010 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരിച്ചത്. അവിടുന്ന് അന്വേഷിച്ചു വന്നത് പാപികളെ ആയിരുന്നു. പക്ഷെ അവിടുത്തെ വിശ്വസിക്കുന്നതോടെ പാപികൾ നീതിമാന്മാരായി മാറി. ഇന്ന് രാത്രിയിൽ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കരമടിച്ചൊന്ന് യേശുവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നോക്കണേ, അപ്പൊ ജോണിയെ ഒന്ന് ശിക്ഷിക്കാൻ വയ്യ എന്ന് മാത്രമല്ല, ജോണിയുടെ മേൽ ഒരിക്കലും ശിക്ഷ വരാതെയുള്ള ദൈവത്തിന്റെ ദയയുടെയും കൃപയുടെയും പുതപ്പ് കിടക്കുന്നു. വായിക്കുക 2:4. റോമാലേഖനം 2:4 വായിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അല്ല ദൈവത്തിന്റെ ദയ. ഇനി ജോണിയോട് ചോദിക്കുക, അല്ല ദൈവത്തിന്റെ ദയ കൃപ നിന്നെ മാനസാന്തരത്തിലേക്ക്. എന്തിനാ ജോണി മോനെ, എന്തിനാ നിനക്ക് കൃപ തന്നിരിക്കുന്നേ? എന്തിനാ ദയ നിന്റെ മേൽ ഇട്ടിരിക്കുന്നേ? എന്തിനാ അവന്റെ ദയ നിന്നെ സൂക്ഷിച്ചു നിർത്തിയിരിക്കുന്നേ? നീ ഇന്ന് തെറ്റ് ചെയ്തപ്പം നിന്നെ ശിക്ഷിക്കാതെ വിട്ടത് എന്തിനാ? എന്തുകൊണ്ടാ? അവന്റെ ദയ നിന്റെ മേൽ വലുതായതുകൊണ്ടാ.
ആഹാ ഇത് കൊള്ളാലോ, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടത്തില്ലല്ലേ? ശരിയാ, തെറ്റ് ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടത്തില്ല. ഹലോ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സത്യവാദ, തെറ്റ് ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടത്തില്ല. കാരണം നിങ്ങൾക്ക് പകരം നിങ്ങളുടെ ശിക്ഷ യേശു ഏറ്റെടുത്തു. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. അപ്പൊ ആരോ പറയുന്നു, അത് പറഞ്ഞു നന്നായി ബ്രദറെ, അപ്പൊ ഞാൻ തെറ്റിൽ തുടരാം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റൊക്കെ പിന്നെയും ചെയ്യാം. കാരണം ശിക്ഷ ഉണ്ടെന്ന് പേടിക്കപ്പെടല്ലേ തെറ്റ് ചെയ്യാതിരിക്കുന്നത്, അല്ലേ? അല്ലേ? ശിക്ഷയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പൊ തെറ്റ് തുടരുന്നതിന് എന്നാ കുഴപ്പം എന്ന് നിങ്ങൾ ഞാനും ചോദിക്കുമെന്നറിയാം. അതുകൊണ്ടാണ് വചനം എഴുതി വെച്ചേ. അല്ല ദൈവത്തിന്റെ ദയ, അല്ല ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ദയ, നിന്നെ ദൈവത്തിന്റെ കൃപ, നിന്നെ ദൈവത്തിന്റെ മനസ്സലിവ് എന്തിനാ? നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ. ജോണിയെ, ഇവിടെ വചനം ചോദിക്കുക, ദൈവത്തിന്റെ ദയ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നറിയാതെ. അപ്പൊ എന്തിനാ കർത്താവിന്റെ വലിയ സുരക്ഷിതത്വം നിനക്ക് ലഭിച്ചത്? ആ കവറിങ്ങിനകത്ത്, ആ പുതപ്പിനകത്ത് ദൈവം നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ജോണി, നീ ചെയ്തത് ശരിയായില്ല, നിനക്കൊരു മടങ്ങിവരവ് ആവശ്യമാ, നീ അതിൽ തുടരരുത്. കാരണം നിന്നെ കൊണ്ട് ആ പാപത്തിൽ തുടരാൻ പറ്റത്തില്ലടാ. കാരണം നിന്റെ അകത്ത് വീണിരിക്കുന്ന വിത്ത് പാപത്തിന്റെ വിത്തല്ല. തെങ്ങിന് മാങ്ങ കായ്ക്കാൻ പറ്റാത്ത പോലെ, മാവിന് തേങ്ങ കായ്ക്കാൻ പറ്റാത്ത പോലെ ദൈവത്തിന്റെ വിത്തിനെ സ്വീകരിച്ച ആളാ നീ ഇതിൽ തുടരരുത് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ദയ എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുക. എല്ലാരും പറഞ്ഞ കർത്താവിന്റെ കൃപ പാപത്തിൽ തുടരുകയില്ല, പാപത്തിൽ തുടരാൻ പറയുകയില്ല. യേശുവിന്റെ കൃപ എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കും. ഉറക്കെ പറ, എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കും. എല്ലാ ദൈവമക്കളും പറഞ്ഞ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കും. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ കൃപ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. ഏതൊക്കെയോ പിന്മാറ്റക്കാര് ഇന്ന് യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരാൻ പോകുക. കർത്താവ് ഈ ആലോചന പറയുമ്പോൾ തന്നെ എന്നോട് പറയുന്നു, ഇല്ല ഇല്ല ഇല്ല, നിനക്ക് തുടരാൻ കഴിയുകയില്ല. കർത്താവിന്റെ കൃപ നിന്നോടുള്ള ബന്ധത്തിൽ വലുതാ. ഇന്ന് രാത്രി നിന്നെ സ്വീകരിക്കാൻ യേശു തയ്യാറാണ്. മടങ്ങി വരാൻ തയ്യാറാക്. ഓടിവാ കർത്താവിന്റെ അടുക്കലേക്ക്. നിന്റെ എല്ലാ തെറ്റും ക്ഷമിക്കാൻ, നിന്റെ പഴയ ഉടുപ്പ് കഴുകാൻ, നിന്നെ ശുദ്ധിയുള്ളവനാക്കാൻ യേശു തയ്യാറാ. കരമടിച്ചൊന്ന് യേശുവിനെ സ്തുതിച്ചേ. ഓ ഹല്ലേലൂയ. പാപം ചെയ്തവനെ, തെറ്റിൽ ജീവിക്കുന്നവനെ, പച്ചവെള്ളം പോലെ പാപത്തെ വലിച്ചു കുടിക്കുന്നവനെ ആരും കാണാനില്ല, ആരും അറിയുന്നില്ല. നമുക്ക് ഈ പാപത്തിൽ തുടരാമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവനെ, ഇന്ന് രാത്രി നിന്റെ മേൽ പെരുകിയ ദൈവത്തിന്റെ ദയ കൊണ്ടാ നീ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നത്. എന്നാൽ ഇതാ പാപത്തിൽ തുടരാനുള്ള ലൈസൻസ് അല്ല, ഇതാ പാപത്തിൽ തുടരാനുള്ള അനുമതി അല്ല. ദൈവത്തിന്റെ ദയ അനുതാപത്തിലേക്ക് നയിക്കുന്നു എന്നറിയാതെ, അതിന്റെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ. ഇപ്പൊ നീ പറയ, എനിക്ക് ദൈവത്തിന്റെ ദയ ഒന്നും വേണ്ട, ഞാൻ എന്റെ കഴിവിൽ നിന്നോളാം, ഞാൻ എന്റെ ശ്രമത്തിൽ നിന്നോളാം, എനിക്ക് ശ്രമിച്ച് വിശുദ്ധനാകാൻ കഴിയും. നിനക്ക് ശ്രമിച്ച് വിശുദ്ധനാകാൻ പറ്റുമായിരുന്നെങ്കിൽ യേശു വരേണ്ട ആവശ്യമില്ലായിരുന്നു, നീ അങ്ങ് ശ്രമിച്ചാൽ മതിയായിരുന്നു. നീ ശ്രമിച്ച ആയുസിൽ വിശുദ്ധനാകാത്ത കൊണ്ടാ നിനക്ക് വേണ്ടി യേശു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ദൈവമക്കളെ, ഞാൻ ഇന്ന് ഈ ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മേൽ ദൈവത്തിന്റെ കൃപ തന്നത് എന്തിനാണെന്നറിയോ? എന്നെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കാനാ. ഹല്ലേലൂയ. ഇന്നതിനെ നിരസിക്കരുതേ, ഇന്നതിനെ തിരസ്കരിക്കരുതേ. ഇവിടെ ഇരിക്കുന്ന ആയിരങ്ങളോട് ഇന്ന് രാത്രി കർത്താവിന്റെ മകൻ എന്ന നിലയിൽ എനിക്ക് നൽകാനുള്ള പ്രബോധനം ഇതാണ്. ദൈവത്തിന്റെ ദയ എന്നും കുന്നും നിന്റെ പുറകിൽ നിന്ന് മടങ്ങി വാ, മടങ്ങി വാ, മടങ്ങി വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കയില്ല. ദൈവത്തിന്റെ ദയ നിന്നെ വിളിക്കുമ്പോൾ അവന്റെ വിളിക്ക് പ്രതികരിക്കാൻ തയ്യാറാക്. കർത്താവേ, നിന്റെ കൃപ എന്റെ മേൽ പകർന്നത് പാപത്തിൽ തുടരാനല്ല, പാപത്തിൽ നിന്നും മടങ്ങി വരാനാന്ന് പറയുന്നവർ മാത്രം കരമുയർത്തി യേശുവേ നിന്റെ കൃപയ്ക്കായി നന്ദി. ഡിസ്കോ പ്രലാപ്സ് ചെയ്ത വ്യക്തിയല്ലേ നിങ്ങൾ? അത് എത്രത്തോളം നീളത്തിൽ അത് പുറത്തേക്കൊണ്ട് കാണിച്ച്, എത്രാമത്തെ കക്ഷേരുവാ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്? വെയിറ്റ് എടുത്തപ്പോ സംഭവിച്ചതാണ്. ഏത് ഹോസ്പിറ്റലാ ചികിത്സ? ഏത് ഡോക്ടറെ കാണിച്ച്? ശശികുമാർ എന്ന് പറയും. എവിടെയായാലും ഒന്ന് രണ്ട് സ്നേഹിതർ ഇതൊന്ന് എഴുന്നേറ്റ് വന്ന് കാണണം. യേശു ഇതിനെ അപ്രത്യക്ഷമാക്കുക. തൊട്ടോ?
തൊട്ട്. കണ്ടല്ലോ. കണ്ട്. ഇതിനെ കാണാതെ പോയാലും അറിയാലോ. മീൻസ് തൊട്ടല്ലോ. മനസ്സിലാക്കിയല്ലോ. മനസ്സിലായി. മോനോട് ഇഞ്ഞു വന്നേ. മോന്റെ പേരെന്നാ? മാറി കൈവെക്ക മോനെ. തൊട്ടോ. തൊട്ട്. തൊട്ട്. എത്രത്തോളം പുറത്തോട്ട് നിൽപ്പുണ്ട്? തൊട്ട് കാണിച്ചാൽ കയ്യിലൊന്ന് കാണിച്ചേ. ഉണ്ട്. നീ തൊട്ടു. തൊട്ട്. ഓ, ഈ മനുഷ്യന്റെ ശരീരത്തിലേക്ക് കർത്താവിന്റെ സ്പർശനം വരാൻ പോവാണേ. നോക്കിക്കോണേ. ഉയർപ്പിന്റെ ശക്തി. യേശു എന്റെ രോഗം തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. ഉയർപ്പിന്റെ ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. 1 പത്രോസ് 2:24 പ്രകാരം എന്റെ രോഗം യേശു ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. ഉയർപ്പിന്റെ ശക്തി എന്റെ രോഗം യേശു തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. ഉയർപ്പിന്റെ ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. സ്വീകരിച്ചോ. ഇവൻ യേശുവിന്റെ മകനാ. ഗെറ്റ് ഔട്ട്. ഫ്രീ ആകട്ടെ. കഴിഞ്ഞു. കരമടിച്ച യേശുവിന് മാത്രം. വളഞ്ഞു നിൽക്കും. ഉണ്ടോ അതവിടെ? ഇല്ല. നീ തൊട്ടതല്ലേ? ശരിക്കുന്നു. ഇല്ല. നിവർന്ന് നോക്കിക്കേ. ഇല്ല. ഇപ്പൊ ഇല്ല. നിങ്ങൾ തപ്പിക്കേ. ഉണ്ടോ അവിടെ? ഇല്ല. ഈ എപ്പിസോഡിൽ നിങ്ങളെ കേൾക്കുവാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭങ്ങൾക്കായിട്ട് സ്തോത്രം. ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കാണുന്നവരെ ഈ സത്യം തിരിച്ചറിയുക. ഇപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. കർത്താവെ, ലോകരാജ്യങ്ങളിൽ ഇന്റർനെറ്റിലൂടെയും യൂട്യൂബുകളിലൂടെയും കർത്താവെ ടി വിയിലൂടെയും ഞങ്ങളെ കാണാൻ പോകുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവസാന്നിധ്യം ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ഇന്നിവിടെ നടന്ന അത്ഭുതങ്ങളുടെ വലിയ അത്ഭുതങ്ങൾ അവരുടെ വീടുകളിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞതിനാണ് സ്തോത്രം. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ.